പ്രിയപ്പെട്ടവരെ, ഗുഡ് ഷെപ്പേർഡ് ഓർത്തഡോക്സ് സിറിയൻ ക്രിസ്ത്യൻ ഫാമിലി ഫെലോഷിപ്പിൻ്റെ 236 ഓൺലൈൻ പ്രെയർ മീറ്റിംഗിൽ സംബന്ധിക്കുന്നത് എനിക്ക് ഏറ്റവും സന്തോഷകരമായ ഒരു കാര്യമാണ്. പ്രത്യേകിച്ചും അത് പുതുവർഷ പുലരിയിലാണ് എന്നുള്ളത്. ഈ പുതുവർഷത്തിൽ ആദ്യമായിട്ട് ഒരു വചനഘോഷണം നടത്തുന്നത് ഇന്നാണ്. അത് നിങ്ങളോടാണ്. അത് എനിക്ക് ഏറ്റവും സന്തോഷം നൽകുന്ന ഒരു വസ്തുതയുമാണ്. കാരണം ഈ ഫെലോഷിപ്പിൽ അംഗങ്ങളായിട്ടുള്ള എല്ലാവരും തന്നെ സഭയുടെ നന്മയ്ക്ക് വേണ്ടി, സഭയുടെ വിശ്വാസ തീക്ഷ്ണതയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നവരാണ്. ഇവരാണ് യഥാർത്ഥത്തിൽ നമ്മുടെ സഭയുടെ മുത്തുകൾ. നിർഭാഗ്യവശാൽ അങ്ങനെയുള്ളവരെയൊക്കെ തിരസ്കരിക്കുന്ന ഒരു രീതിയാണ് ഇപ്പോൾ നാം കണ്ടുവരുന്നത്. അതിൽ ഞാൻ ഏറെ നിരാശനാണ്. എന്നാലും ഞാൻ എൻ്റെ പ്രവൃത്തി തുടർന്നുകൊണ്ടേയിരിക്കുന്നു. കാരണം ആരുടെയെങ്കിലും അംഗീകാരം ലഭിക്കാൻ വേണ്ടിയിട്ടല്ല ഇത് പറയുന്നത്. നമ്മുടെ കർത്താവിൻ്റെ സഭയെ ഏറ്റവും ശക്തമായ ഒരു സഭയാക്കി, തീക്ഷ്ണതയുള്ള സഭയാക്കി, അഗ്നിയുള്ള ഒരു സഭയാക്കി മാറ്റുക എന്ന ദൗത്യം ഈ സഭയിലെ ഓരോ അംഗത്തിനുമുള്ളതാണ് എന്ന് ഞാൻ ആദ്യമേ ഓർമ്മിപ്പിക്കട്ടെ. പ്രിയപ്പെട്ട, ഒരു ക്രിസ്മസ് കഴിഞ്ഞിട്ട് ഏതാനും ദിവസങ്ങളേ ആയുള്ളൂ. അതുകൊണ്ട് തന്നെ ക്രിസ്മസിനെ കുറിച്ച് പറഞ്ഞു വേണം നമ്മൾ ഇന്നത്തെ ഈ സംസാരം തുടങ്ങാൻ എന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ അടുത്ത കാലത്ത് വായിച്ച അതിമനോഹരമായ ഒരു ചെറിയ ലേഖനം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. എൻ്റെ ഏറ്റവും മികച്ച ക്രിസ്തുമസ് എന്ന തലക്കെട്ടോടുകൂടി അമേരിക്കയിലുള്ള ഒരു ധനാഢ്യൻ എഴുതിയ ഒരു ചെറു ലേഖനമാണ് എൻ്റെ മനസ്സിൽ വരുന്നത്. അദ്ദേഹം പറയുന്നു, ക്രിസ്മസിന് അദ്ദേഹത്തിൻ്റെ കൂട്ടുകാർക്ക് സമ്മാനങ്ങൾ കൊടുക്കാനായി അവിടുത്തെ ഏറ്റവും വലിയ വില പിടിപ്പുള്ള ഒരു മാളിൽ പോയി. എല്ലാവർക്കും അദ്ദേഹത്തിന് സമ്മാനങ്ങൾ കൊടുക്കണമായിരുന്നു. അതെല്ലാം വലിയ വിലപിടിപ്പുള്ള സമ്മാനങ്ങളാണ് അദ്ദേഹം വാങ്ങിയത്. $2,000 അദ്ദേഹം അതിനുവേണ്ടി ചെലവഴിച്ചു. അത് കഴിച്ചിട്ട് അദ്ദേഹം സാധനങ്ങളൊക്കെ വാങ്ങി സമ്മാന പൊതികളൊക്കെ ഒരു ട്രോളിയിലിട്ട് ചെക്ക് ഇൻ കൗണ്ടറിലേക്ക് പോവുകയായിരുന്നു. ആ സമയത്ത് അവിടെ ഒരു ബാലനും അദ്ദേഹത്തിൻ്റെ സഹോദരി എന്ന് തോന്നിക്കുന്ന ഒരു പെൺകുട്ടിയും അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത് അയാൾ ശ്രദ്ധിച്ചു. അവർ വളരെ മുഷിഞ്ഞ വസ്ത്രങ്ങൾ ധരിച്ചവരായിരുന്നു. കാലിൽ ചെരുപ്പൊന്നും ഉണ്ടായിരുന്നില്ല. ഇത്രയും വലിയ ഒരു മാളിൽ വന്ന സാധനങ്ങൾ വാങ്ങാനുള്ള സാമ്പത്തിക ശേഷി അവർക്കുണ്ടാകില്ല എന്ന് അദ്ദേഹത്തിന് തോന്നി. പിന്നെ എന്തിനാവാം അവരിവിടെ വന്നിരിക്കുന്നത്? കൗതുകത്തോടെ അദ്ദേഹം അവരെ വീക്ഷിക്കാൻ തുടങ്ങി. അപ്പോൾ ഈ പെൺകുട്ടിയും ആ പെൺകുട്ടിയുടെ സഹോദരൻ എന്ന് തോന്നിക്കുന്ന ആ ബാലനും അടുത്തുള്ള ഒരു ചെരുപ്പ് വിൽക്കുന്ന ഒരു കടയിൽ ചെന്ന് വില പേശുന്നത് അദ്ദേഹം ശ്രദ്ധിച്ചു. അപ്പോൾ അദ്ദേഹം വിചാരിച്ചു, ഇത്രയും വലിയ കടയിൽ ചെരുപ്പ് വാങ്ങാൻ ഇവരെന്തിനു വന്നു? വീണ്ടും ശ്രദ്ധിക്കാൻ തുടങ്ങി. അപ്പോൾ പെൺകുട്ടി അവളുടെ സഹോദരനോട് ഗിൽറ്റുള്ള ഒരു ചെരുപ്പ് ചൂണ്ടിക്കാണിച്ചിട്ട് ആ ചെരുപ്പ് തന്നെ എനിക്ക് വേണം എന്ന് പറയുന്നതും അദ്ദേഹം കേട്ടു. അപ്പോൾ ആ പയ്യൻ പറഞ്ഞു, ഇല്ല മോളെ, എനിക്ക് അത്രയൊന്നും വലിയ വിലപിടിപ്പുള്ള ഒരു ചെരുപ്പ് വാങ്ങാനുള്ള ശേഷി നമുക്കില്ല, അത് വേണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ അവൾ കരയാൻ തുടങ്ങി. അവൾ പറഞ്ഞു, ഇല്ലില്ല, എനിക്ക് ആ ചെരുപ്പ് തന്നെ വേണം എന്ന് പറഞ്ഞു. ആ പയ്യൻ ഉടൻ തന്നെ അയാളുടെ പോക്കറ്റിലുണ്ടായിരുന്ന പണമെല്ലാം എണ്ണി നോക്കി. എങ്ങനെ ഒരു $20 അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്നു. ആ രൂപ കൊടുത്ത് ആ ചെരുപ്പ് വാങ്ങാനായി അയാൾ പണം നീട്ടിയപ്പോൾ ആ കടയുടമ ദേഷ്യപ്പെട്ടു. $22 വിലയാണ് ഇതിനുള്ളത്. അപ്പോൾ $20 തന്നാൽ അത് തരാൻ പറ്റില്ല, $22 കിട്ടിയേ പറ്റൂ എന്നാൽ വാശി പിടിച്ചു. ആ പയ്യന്റെ കയ്യിൽ പണം ഉണ്ടായിരുന്നില്ല. പെൺകുട്ടി കരയാൻ തുടങ്ങി. അപ്പോൾ അത് കണ്ടിട്ട് ഈ മനുഷ്യന് മനസ്സലിവ് തോന്നി. അയാളെ കടക്കാരനോട് പറഞ്ഞു, $2 കുറവിന് വേണ്ടി, കുറവുള്ളത് കൊണ്ട് മാത്രം നിങ്ങൾ ആ ചെരുപ്പ് അവർക്ക് കൊടുക്കാതിരിക്കണ്ട. ഞാൻ $2 കൂടി തരാം, ആ ചെരുപ്പ് ആ കുട്ടിക്ക് കൊടുക്കൂ എന്ന് പറഞ്ഞ് $2 കൊടുത്ത് ആ ചെരുപ്പ് വാങ്ങി ആ പെൺകുട്ടിക്ക് കൊടുത്തു. അത് കഴിഞ്ഞപ്പോൾ അയാൾക്ക് കൗതുകമായി. ചെരുപ്പ് ഉപയോഗിക്കാത്ത ഈ പെൺകുട്ടി എന്തിനാണ് ഇത്ര വിലയേറിയ ഒരു ചെരുപ്പ് വാങ്ങിയത്? മാത്രവുമല്ല, അവളുടെ സൈസിലുള്ള ചെരുപ്പായിരുന്നില്ല വാങ്ങിയത്, മറ്റാർക്കോ വേണ്ടിയിട്ടാവണം വാങ്ങിയത്. അപ്പോൾ ക്രിസ്തുമസിന് ആർക്കോ സമ്മാനം കൊടുക്കാൻ വേണ്ടി വാങ്ങിയതാവണം എന്ന് അദ്ദേഹം ഊഹിച്ചു. അയാൾ ചോദിച്ചു,
മോൾ എന്തിനാണ് ഈ ചെരുപ്പ് തന്നെ വേണമെന്ന് നിർബന്ധം പിടിക്കുന്നത്? അപ്പോൾ അവൾ പറഞ്ഞു, ഈ ചെരുപ്പ് എൻ്റെ അമ്മയ്ക്കുള്ളതാണ്. എൻ്റെ അമ്മ ജീവിതത്തിൽ ഒരിക്കലും ചെരുപ്പ് ധരിച്ചിട്ടില്ല. അപ്പോൾ അമ്മയ്ക്ക് ഒരു സമ്മാനം കൊടുക്കണം, ക്രിസ്മസ് സമ്മാനം. അതിനു വേണ്ടിയിട്ടാണ് ഈ ചെരുപ്പ് ഞാൻ വാങ്ങിയത്. അപ്പോൾ അയാൾക്ക് അത്ഭുതമായി. ഇന്ന് വരെ ചെരുപ്പ് ധരിക്കാത്ത അമ്മയ്ക്ക് വേണ്ടി ഒരു പെൺകുട്ടി വലിയ വിലയേറിയ ഗിൽറ്റുള്ള ചെരുപ്പുകൾ വാങ്ങുന്നു. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, മോളുടെ അമ്മ എന്ത് ചെയ്യുന്നു? അപ്പോൾ അവൾ പറഞ്ഞു, എൻ്റെ അമ്മ ക്യാൻസർ രോഗിയായിരുന്നു. അമ്മ മരിച്ചിട്ട് 1 മാസമേ ആയുള്ളൂ. എൻ്റെ അമ്മ ഇപ്പോൾ സ്വർഗത്തിൽ യേശു തമ്പുരാനോടൊപ്പം ഉണ്ടെന്നാണ് വികാരി അച്ഛൻ പറഞ്ഞത്. സ്വർഗത്തിൽ വളരെ മനോഹരമായ നടപ്പാതകളുണ്ട്, നല്ല സ്വർണം വിരിച്ച നടപ്പാതകൾ. അതിലൂടെ കർത്താവ് നടക്കുമ്പോൾ അവനോടൊപ്പം എൻ്റെ അമ്മയും നടക്കാനിറങ്ങും എന്നാണ് വികാരി അച്ഛൻ പറഞ്ഞത്. പക്ഷേ ആ യാത്ര ചെയ്യുന്ന സമയത്ത് എൻ്റെ അമ്മയുടെ കാലിൽ ചെരുപ്പുണ്ടാവില്ല. അത് കഷ്ടമായി പോവില്ലേ? അതുകൊണ്ട് അമ്മയ്ക്ക് ഒരു നല്ല ചെരുപ്പ് സമ്മാനിക്കണം. ഈ ചെരുപ്പ് കൊണ്ടിട്ട് വേണം അമ്മ കർത്താവിനോടൊപ്പം നടക്കാൻ. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഈ ചെരുപ്പ് വാങ്ങിയത് എന്നവൾ പറഞ്ഞു. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, അതുപോകട്ടെ, ഈ ചെരുപ്പ് നീ ഇവിടെ വാങ്ങിയാൽ നിന്റെ അമ്മയ്ക്ക് എങ്ങനെ കിട്ടും? അമ്മ സ്വർഗത്തിലല്ലേ? അപ്പോൾ അവൾ പറഞ്ഞു, അതെ, എൻ്റെ അമ്മ സ്വർഗത്തിലാണ്, പർദീസയിലാണ്, കർത്താവിനോടൊപ്പമാണ്. പക്ഷേ ഇന്ന് ഈ ചെരുപ്പ് ഞാൻ പാക്ക് ചെയ്ത് അമ്മയുടെ പേര് എഴുതി ക്രിസ്മസ് ട്രീയുടെ അടിയിൽ വെക്കും. ഇന്ന് ക്രിസ്മസ് രാത്രിയിൽ സാന്റാക്ലോസ് വരും. അദ്ദേഹം വരുമ്പോൾ അത് എടുത്തുകൊണ്ടുപോയി സ്വർഗത്തിലുള്ള എൻ്റെ അമ്മയ്ക്ക് കൊണ്ട് കൊടുത്തുകൊള്ളും എന്ന് അവൾ പറഞ്ഞു. അത് കേട്ട് അയാളുടെ കണ്ണുകൾ നിറഞ്ഞു. $2000 കൊടുത്ത് മേടിച്ച സമ്മാനങ്ങളെക്കാൾ എത്രയോ ഉത്തമമാണ് ഈ $2 കൊടുത്ത് വാങ്ങിയ ഈ സമ്മാനമെന്ന് അദ്ദേഹം എഴുതിയിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ക്രിസ്മസിന് നാം പലപ്പോഴും മറന്നുപോകുന്ന ഒരു കാര്യം ഇതാണ്. നമ്മളെല്ലാം ക്രിസ്മസ് ആഘോഷിക്കാൻ വേണ്ടി വിലപിടിപ്പുള്ള സമ്മാനങ്ങൾ വാങ്ങുന്നു, എല്ലാവർക്കും മനോഹരമായ സമ്മാനങ്ങൾ നേരുന്നു, മനോഹരമായ ആശംസകൾ നേരുന്നു. പക്ഷേ ആരോരുമില്ലാത്തവരെ, ഒരു സഹായവും ലഭിക്കാത്തവരെ, പാർശ്വവൽക്കരിക്കപ്പെട്ടവരെ നാം മറന്നുപോവുകയും ചെയ്യുന്നു. അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ കർത്താവ് ജനിച്ചത് എന്നുള്ള വസ്തുത നാം മറന്നുപോകുന്നു. നമ്മൾ ക്രിസ്മസ് ആഘോഷിക്കുന്ന രീതികൾ നോക്കുക. നമ്മളുടെ ചുറ്റും നടക്കുന്ന ക്രിസ്മസ് ആഘോഷങ്ങൾ കാണുമ്പോഴൊക്കെ ഞാൻ വിചാരിക്കും, ആർക്ക് വേണ്ടിയിട്ടാണ് ഈ ക്രിസ്മസ് ആഘോഷിക്കുന്നത്? ഈ കാലിത്തൊഴുത്തിൽ പിറന്ന യേശു തമ്പുരാനെ ഓർക്കാനാണോ ഇവരിതിങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടുന്നത്? മുഖ്യമന്ത്രി ഇവിടുത്തെ പൗരമുഖ്യന്മാരെയൊക്കെ വിളിച്ച് വലിയൊരു വിരുന്ന് കൊടുക്കുന്നു. അത് ക്രിസ്മസ് ആഘോഷമാണെന്നാണ് പറയുന്നത്. അത് കണ്ടിട്ടാവണം ഇപ്പോൾ നമ്മളുടെ പിതാക്കന്മാരും ഇതേപോലെയൊക്കെ ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ അടുത്ത 7-ാം തീയതി, അതെ, ജനുവരി 7-ാം തീയതി ബുധനാഴ്ച തിരുവനന്തപുരം ഹയാത്ത് റീജൻസിയിൽ ഒരു വലിയ വിരുന്നൊരുക്കിയിരിക്കുകയാണ് നമ്മുടെ ബാവ തിരുമേനി. പൗരമുഖ്യന്മാരെയൊക്കെ ക്ഷണിച്ചുകൊണ്ടുള്ള ഒരു വലിയ കൂട്ടായ്മ. നിങ്ങൾക്കറിയാം, ഹയാത്ത് റീജൻസി എന്ന് പറയുന്ന ഹോട്ടലിൽ ഭക്ഷണം കഴിക്കണമെങ്കിൽ എത്ര രൂപ ചിലവഴിക്കും? എത്ര രൂപ വേണ്ടി വരും? ഒരു പ്ലേറ്റിന് 2000 രൂപയായാലും എന്ത്? പൗരൻ മുഖ്യന്മാരെയൊക്കെ ക്ഷണിച്ച് ആഘോഷം തിമിർപ്പ് നടത്താമല്ലോ. കർത്താവിൻ്റെ തിരുപ്പിറവി അങ്ങനെ ഒന്ന് ആഘോഷിക്കാമല്ലോ, പുതുവർഷത്തെ അങ്ങനെ വരവേൽക്കാമല്ലോ എന്നൊക്കെയാണ് ഇവർ വിചാരിക്കുന്നത്. ഇങ്ങനെ ചെയ്താണ് നാം നമ്മുടെ കർത്താവിൻ്റെ പേര് മലിനമാക്കുന്നത്. അവൻ ജനിച്ചത് ഈ വലിയ കൊട്ടാരത്തിലല്ലല്ലോ, അല്ലേ? ആ വാർത്ത ആദ്യം അറിയിച്ചത് ഏതെങ്കിലും പ്രഭുക്കന്മാരെയാണോ? ഏതെങ്കിലും രാജാക്കന്മാരെയാണോ? അവരെ ആ വർത്തമാനം, ആ സദ്വർത്തമാനം, സന്തോഷവർത്തമാനം, എല്ലാവർക്കുമുള്ള മഹാസന്തോഷം ആദ്യമായി ദൂതന്മാർ അറിയിച്ചത് പാർശ്വവൽക്കരിക്കപ്പെട്ട ആട്ടിടയന്മാർക്കല്ലേ? അവർ അസ്പൃശ്യരായിരുന്നു. അവര് നഗരത്തിന്റെ പ്രാന്തപ്രദേശങ്ങളിൽ അവർ കിടക്കുകയായിരുന്നു. അങ്ങനെയുള്ളവർക്കാണ് കർത്താവിൻ്റെ ഈ സദ്വർത്തമാനം ആദ്യം അറിയിച്ചത്. അങ്ങനെ ആരോരുമില്ലാത്തവർക്ക് വേണ്ടി, പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്ക് വേണ്ടി, ഒന്നുമില്ലാത്തവർക്ക് വേണ്ടി ജനിച്ച യേശു തമ്പുരാന്റെ തിരുപ്പിറവി ആഘോഷിക്കുന്നത് ഈ പറഞ്ഞ രീതിയിലാകുന്നത് വാസ്തവത്തിൽ നാം ക്രിസ്തുവിനോട് കാണിക്കുന്ന ഏറ്റവും വലിയ അനാദരവാണ് എന്ന് ഞാൻ പറയും. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ ഒരു 2 ആഴ്ചക്ക് മുമ്പാണ് ഞാൻ പാലക്കാട്ടേക്ക് പോവുകയായിരുന്നു. അമൃത എക്സ്പ്രസ്സിൽ. ഞാൻ പാലക്കാട് കളക്ടറായിരുന്ന ആളാണ്. അതുകൊണ്ട് ഈ ട്രെയിനിൽ ഞാൻ മിക്കവാറും യാത്ര ചെയ്ത് എനിക്ക് നല്ല പരിചയമാണ്.
അപ്പോൾ ഈ ക്രിസ്മസ് സീസൺ ആയതുകൊണ്ടാവണം ഭയങ്കര തിരക്കായിരുന്നു. അപ്പം ഞാനിരുന്ന ആ സീറ്റിൽ രണ്ടുപേര് ആണ് അവിടെ ഇരിക്കുന്നത്. കാരണം നമ്മൾ ഇത് സെക്കൻഡ് AC കമ്പാർട്ട്മെന്റ് ആണ്. പക്ഷേ തിരക്ക് കാരണം 4 പേര് ഞെരുങ്ങിയിരിക്കുക ഒരു സീറ്റിൽ. ഞങ്ങളുടെ എതിരെയുള്ള സീറ്റിൽ അതുപോലെ 4 പേരില്ല, 3 പേര് ഇരിക്കുന്നുണ്ട്. അതിൽ ഒരാള് ഒരു ചെറുപ്പക്കാരൻ, അയാളുടെ എയർ ബാഗ് കൂടി എടുത്ത് അടുത്ത് വെച്ചിട്ടുണ്ട്. അത് കാരണം 4 പേർക്ക് ഇരിക്കാൻ പറ്റില്ല, 3 പേർക്ക് ഇരിക്കാൻ പറ്റുന്നുള്ളൂ. അയാൾ ആ എയർ ബാഗ് എടുത്ത് താഴെ വെക്കുന്നില്ല, അല്ലെങ്കിൽ മുകളിൽ വെക്കുന്നില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ആളുകൾ ഇങ്ങനെ ഓരോ കമ്പാർട്ട്മെന്റിൽ സീറ്റ് ഉണ്ടോ നോക്കി ഇങ്ങനെ നടക്കുകയാണ്. അപ്പോഴൊരു അന്യസംസ്ഥാന തൊഴിലാളി വന്നു. അയാള് അവിടെ ഇരിക്കാൻ പറ്റുമോ എന്ന് സംസാരിച്ചില്ല. അവരുടെ കണ്ണുകളിലേക്ക് നോക്കി. അയാള് അതിന്റെ അർത്ഥം ഞാനിവിടെ ഒന്ന് ഇരുന്നു കൊള്ളട്ടെ എന്നായിരുന്നു. പക്ഷെ ആരും ഗവനിച്ചില്ല. നമ്മുടെ ചെറുപ്പക്കാരൻ ആ ബാഗ് എടുത്ത് താഴെ വെച്ച് അയാൾക്ക് സീറ്റ് കൊടുക്കുകയോ ഒന്നും ചെയ്തില്ല. അയാൾ മുഖത്തോട്ട് നോക്കിയത് പോലുമില്ല. അയാൾ അങ്ങ് പോയി. ആ അന്യസംസ്ഥാന തൊഴിലാളി അവിടുന്ന് മറ്റ് കമ്പാർട്ട്മെന്റിലേക്ക് പോയി. കുറച്ചു കഴിഞ്ഞപ്പം സുന്ദരിയായ ഒരു സ്ത്രീ അതുവഴി വന്നു. അവരെ കണ്ടതും ഈ ചെറുപ്പക്കാരൻ ഈ ബാഗ് എടുത്ത് തറയിലോട്ട് വെച്ചു. അവിടെ ഇടമുണ്ട് എന്ന മട്ടിൽ. അപ്പോഴ് ബാക്കിയുള്ളവർ അങ്ങോട്ട് നീങ്ങിയിരുന്നു. അയാളുടെ അടുത്തിരിക്കാതെ ആ സ്ത്രീ ആ സീറ്റിന്റെ അങ്ങേ അറ്റത്തിരുന്നു. ഞാൻ ആലോചിക്കുകയായിരുന്നു, വാസ്തവത്തിൽ സീറ്റ് ഇല്ലാത്തത്, ഇടമില്ലാത്തത് എവിടെയാണ്? ട്രെയിനിലാണോ അതോ നമ്മുടെ ഹൃദയത്തിലോ? നമ്മുടെ ഹൃദയത്തിലാണ് ഇടമില്ലാത്തത്. പണ്ട് 2000 വർഷങ്ങൾക്ക് മുമ്പ് ഇതുപോലെ ഹൃദയത്തിൽ ഇടമില്ലാത്ത ഒരു സത്രക്കാരനല്ലേ നമ്മുടെ കർത്താവിന് അവന് പിറക്കാൻ വേണ്ടുന്ന അവസരം നിഷേധിച്ചത് അല്ലെ? അന്ന് ഇടം കൊടുക്കാത്ത അതേ മനസ്ഥിതിയല്ലേ ഇന്നും നമുക്കെല്ലാം ഉള്ളത്? അപ്പോൾ ഇങ്ങനെ മറ്റുള്ളവരെ കരുതാത്ത, അവർക്ക് വേണ്ടി കണ്ണീര് ഒഴുക്കാത്ത, അവരുടെ കഷ്ടപ്പാടുകളിൽ പങ്കുചേരാത്ത, അവരുടെ സുഖ ദുഃഖങ്ങളിൽ പങ്കുചേരാത്ത, അവരുടെ വൃദ്ധക്ഷയങ്ങളിൽ ഭാഗഭാക്കാത്ത ആൾക്കാരാണ് ക്രിസ്തുമസ് വൻതോതിൽ ആഘോഷിക്കുന്നത്. ഇതിലെ വൈരുദ്ധ്യം നോക്കുക. ഈ ആഘോഷ രീതി എന്നേ മാറ്റേണ്ടിയിരിക്കുന്നു അല്ലേ? ഭിന്നശേഷിക്കാരായ എത്ര പേർ നമ്മുടെ നാട്ടിലുണ്ട്. ഞാൻ ചീഫ് സെക്രട്ടറി ആയിരുന്നപ്പോൾ എൻ്റെ ഔദ്യോഗിക വസതിയിൽ ഞാൻ ക്രിസ്തുമസ് ആഘോഷം നടത്തി. അന്ന് നമ്മുടെ സഭ നടത്തുന്ന ബാലഭവനങ്ങളിൽ നിന്നും അഗതികളെ കൊണ്ടുവന്നു, ഭിന്നശേഷിക്കാരായ കുട്ടികളെ കൊണ്ടുവന്ന് എൻ്റെ വീട്ടിൽ അവർക്ക് വിരുന്നൊരുക്കി. അന്ന് ചീഫ് മിനിസ്റ്റർ ഉമ്മൻചാണ്ടി സാറും മന്ത്രിമാരും മേയറും പ്രതിപക്ഷ നേതാവും അടക്കം എല്ലാവരും അതിൽ പങ്കെടുത്തു. അന്ന് പത്രമെല്ലാം അതിന്റെ വാർത്തയുണ്ടായിരുന്നു, വ്യത്യസ്തമായ ഒരു ക്രിസ്തുമസ് എന്ന്. ഞാൻ വിചാരിച്ചു, ഞാൻ ആ തുടക്കം കുറിച്ചാൽ അങ്ങനെയെങ്കിലും ഇത് മറ്റുള്ളവർ പ്രാവർത്തികമാക്കുമല്ലോ എന്ന്. പക്ഷെ ഞാൻ നടത്തിയ ആ ക്രിസ്തുമസ് ആഘോഷം അതോടെ തീർന്നു. പിന്നീടുള്ളവരാരും ആ രീതി അനുവർത്തിച്ചില്ല. നിർഭാഗ്യവശാൽ എങ്ങനെ പത്രാസ് കാണിക്കാം, എങ്ങനെ നമ്മുടെ മഹിമ മറ്റുള്ളവരുടെ മുമ്പിൽ എഴുന്നള്ളിക്കാം എന്നൊക്കെ ചിന്തിക്കുന്ന മനസ്സുകൾ, അവരുടെ ഹൃദയത്തിൽ ഇടമില്ലാത്തവർ, പാവങ്ങൾക്ക് വേണ്ടി സംസാരിക്കുക മാത്രം ചെയ്യുന്നവർ, അവർക്കൊരു ഇടവും കൊടുക്കാത്തവരാണ് ഇന്ന് അതിൻ്റെ മഹിമ നശിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. ഇത് നമ്മുടെ ഒരു ദുര്യോഗമാണ്. ഈ ദുര്യോഗമാണ് വാസ്തവത്തിൽ ഇന്ന് നമ്മുടെ സഭയെ നയിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് പറയാൻ എനിക്ക് ഒരു മടിയുമില്ല. കാരണം എങ്ങനെയാണ് ഒരു ക്രൈസ്തവ സഭ മുന്നോട്ട് പോകേണ്ടത്? ഏത് രീതിയിലാകണം അത് പ്രവർത്തനക്ഷമമാക്കേണ്ടത്? ഏത് രീതിയിലാണ് വിശ്വാസം പ്രവൃത്തിയിലൂടെ കാണിച്ചു കൊടുക്കേണ്ടത്? ഇതൊന്നും അറിയാതെ കുറെ PR ഏജൻസികൾ പറയുന്ന ശൈലികൾ മാത്രം അവലംബിച്ചുകൊണ്ട് ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഈ പ്രവണത നമ്മുടെ അധപ്പതനത്തിന് കാരണമാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ചുറ്റും നോക്കുക, എന്തെല്ലാം വിരോധാഭാസങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ലേ? നമ്മുടെ കെട്ടിടങ്ങൾക്കെല്ലാം ഉയരം കൂടി വരുന്നു, മനുഷ്യരുടെ ഉയരം കുറഞ്ഞു വരുന്നു. നമ്മുടെ റോഡുകൾക്ക് വീതി കൂടുന്നു, പക്ഷേ നമ്മുടെ വീക്ഷണങ്ങൾക്ക് വീതി കുറയുന്നു. നാം കൂടുതൽ ചെലവഴിക്കുന്നു, കുറച്ചു മാത്രം നമുക്ക് ലഭിക്കുന്നു. നാം കൂടുതൽ വാങ്ങുന്നു, കുറച്ചു മാത്രം ആസ്വദിക്കുന്നു. വലിയ വീടുകൾ ഉയരുന്നു, കുടുംബങ്ങൾ ചെറുതാകുന്നു. കൂടുതൽ ഡിഗ്രികൾ നേടുന്നു, പക്ഷെ വിവേകം കുറയുന്നു. നമുക്ക് ബിരുദങ്ങൾ കൂടുന്നു, പക്ഷെ പ്രശ്നങ്ങൾ പെരുകുന്നു. മരുന്നുകൾ കൂടുന്നു, പക്ഷെ സൗഖ്യം കുറയുന്നു അല്ലെ? സമ്പാദ്യം കൂടുന്നു, മൂല്യബോധം കുറയുന്നു. നമുക്ക് ചന്ദ്രനിലേക്കുള്ള വഴി അറിയാം, പക്ഷെ അയൽവാസിയുടെ വീട്ടിലേക്കുള്ള വഴി അറിയില്ല. നമുക്ക് ഔട്ടർ സ്പേസ് നമ്മൾ കീഴടക്കും, പക്ഷെ നമ്മുടെ ഇന്നർ സ്പേസ് നമ്മൾ കീഴടക്കില്ല. വായു ശുദ്ധീകരിക്കും, പക്ഷെ മനസ്സ് മലിനമാക്കും. നമ്മൾ ആറ്റത്തിനെ കീഴടക്കും, പക്ഷെ നമ്മുടെ മുൻവിധികളെ ഒരിക്കലും കീഴടക്കുകയില്ല. കമ്പ്യൂട്ടറിന് മുമ്പിൽ മണിക്കൂറുകൾ നമ്മൾ ചെലവഴിക്കും, പക്ഷെ നാം ഒരു പുസ്തകം എടുത്ത് വായിക്കില്ല. നാം കൂടുതൽ എഴുതും, പക്ഷെ കുറച്ചു മാത്രം പഠിക്കും. ജീവിതത്തിന് കൂടുതൽ വർഷങ്ങൾ ഉണ്ടാക്കും, പക്ഷെ വർഷങ്ങൾക്ക് ജീവിതമുണ്ടാക്കില്ല. വി വിൽ ആഡ് ഇയേഴ്സ് ടു ലൈഫ്,
ബട്ട് നോട്ട് ലൈഫ് ടു അവർ ഇയേഴ്സ്. ഇതാണ് നമ്മളുടെ ദുർഗതി. ഇതാണ് എല്ലായിടത്തും നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഒരു പ്രതിഫലനമാണ് സഭയിലും ഉണ്ടാകുന്നത് എന്നത് ഞാൻ അംഗീകരിക്കുന്നു. പക്ഷെ ഇങ്ങനെയൊക്കെ പറയുമ്പോഴും ഒരുപാട് പേർ നമുക്ക് ചുറ്റുമുള്ള, നമ്മൾ കണ്ണു തുറന്നു നോക്കിയാൽ നമ്മളുടെ മുൻപിൽ ഒരുപാട് പേർ വളരെ വളരെ നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നുണ്ട്. ക്രിസ്തീയ സഭകളെ ഒന്നടങ്കം ആക്ഷേപിക്കുന്ന ഒരു രീതി ഞാൻ ഒരിക്കലും അവലംബിച്ചിട്ടില്ല. കുറ്റങ്ങളും കുറവുകളും കാണുമ്പോൾ അത് ചൂണ്ടിക്കാണിക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. അത് അവരോടുള്ള ദേഷ്യം കൊണ്ടല്ല, അവരോടുള്ള സ്നേഹം കൊണ്ടാണ്. ഇങ്ങനെയല്ല പോകേണ്ടത് എന്ന് പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിൽ അവർ രോഷാകുലരായി എന്നെ സഭാ ദ്രോഹിയായി ചിത്രീകരിക്കുന്നതിൽ ഒരു ന്യായവുമില്ല. പക്ഷെ അതാണ് അവർക്ക് ഇഷ്ടമെങ്കിൽ എനിക്ക് ഒരു പിണക്കവുമില്ല. അവർ അവരുടെ രീതി അവലംബിച്ചുകൊള്ളട്ടെ, ഞാൻ എൻ്റെ രീതിയിൽ. നോക്കൂ, ഇന്ന് എനിക്ക് ചൂണ്ടിക്കാണിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അത് ഏതാണെന്നോ നോക്കൂ. പത്തനംതിട്ട ജില്ലയിൽ ഞാൻ വായിച്ചത് ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പത്തനംതിട്ട ജില്ലയിലെ കോഴഞ്ചേരി താലൂക്കിൽ പുന്നേക്കാട് എന്ന സ്ഥലത്തുള്ള ഒരു ഇടവക പ്രേക്ഷിത പ്രവർത്തനത്തിന് പുതിയൊരു മാതൃക സൃഷ്ടിച്ചിരിക്കുകയാണ്. ഇത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല. ഇത് കേൾക്കുന്ന എല്ലാവരും ഓർത്തഡോക്സുകാരാണോ എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ആണെങ്കിലും അല്ലെങ്കിലും ഇത് നമ്മൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം. മല്ലപ്പുഴശ്ശേരി പഞ്ചായത്തിലെ 2011 മുതൽ 2025 വരെയുള്ള ഈ ഇടവക നടത്തുന്ന പ്രവർത്തനങ്ങൾ വാസ്തവത്തിൽ നമ്മുടെ കണ്ണു തുറപ്പിക്കേണ്ടതാണ്. മല്ലപ്പുഴശ്ശേരി പഞ്ചായത്തിലെ ജനങ്ങളെ ആരോഗ്യ സാക്ഷരരാക്കുന്നതിൽ കൂടെ രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കുന്നത് ക്രിസ്തീയ ആതുര ശുശ്രൂഷയുടെ പുതിയ മാതൃക സൃഷ്ടിച്ചിരിക്കുകയാണ്. അവിടെ മല്ലപ്പുഴശ്ശേരി പഞ്ചായത്ത്, പുന്നേക്കാട് ഇമ്മാനുവൽ മാർത്തോമ ഇടവക, പുഷ്പഗിരി മെഡിക്കൽ കോളേജ്, തെള്ളിയൂർ കൃഷി വിജ്ഞാന കേന്ദ്രം, ജനമൈത്രി പോലീസ്, ഗ്രാമവികസന സമിതി, ന്യൂ വിഷൻ മാസിക തുടങ്ങി സഹകരിക്കാവുന്ന എല്ലാവരെയും സഹകരിപ്പിച്ച് നടപ്പിലാക്കുന്ന ഈ പദ്ധതി CSI കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഇവരെന്താ ചെയ്യുന്നതെന്ന് ഞാൻ ചുരുക്കത്തിൽ പറയാം. ഒരുപാട് ദീർഘമായി പറയാനുള്ള സമയമില്ല എന്ന് എനിക്കറിയാം. ഒരു ഉദാഹരണം മാത്രം പറയാം. പാവപ്പെട്ട ജനങ്ങൾക്ക് സൗജന്യ തിമിര ശസ്ത്രക്രിയ ചെയ്യുന്നതാണ് ഒരു പരിപാടി. അപ്പൊ അതിന്റെ ചെലവ് വഹിക്കുന്നത് കുവൈറ്റ് CSI കോൺഗ്രിഗേഷൻ ആണ്. അർഹരായവരെ പൊയ്യാനിൽ ആശുപത്രിയിൽ കൊണ്ടുപോകണം. അപ്പൊ അവർ അർഹരായ ആൾക്കാരുടെ പേരുകളൊക്കെ കണ്ടുപിടിച്ചു, എല്ലാം എഴുതി. അതെല്ലാം എഴുതി കഴിഞ്ഞാൽ അവരെയൊക്കെ ആശുപത്രിയിലേക്ക് ക്ഷണിച്ചു. സൗജന്യമാണ്. അപ്പൊ അങ്ങനെ എല്ലാവരും വന്നു. പക്ഷെ ഒരാൾ മാത്രം വന്നില്ല. ആ ആളെ അന്വേഷിച്ച് അവർ പോയി. അവർ ചെന്നപ്പോഴ് ആ മനുഷ്യൻ പറഞ്ഞു, സർ, എനിക്ക് കാഴ്ച ലഭിക്കണമെന്നുണ്ട്, പക്ഷേ എന്നെ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ ആരുമില്ല. ദിവസക്കൂലിക്കാരാണ് എൻ്റെ മക്കൾ. അവർക്കൊരു ദിവസത്തെ ജോലി മാറ്റിവെക്കാനാവില്ല. അതുകൊണ്ടാണ് ഞാൻ വരാത്തത് എന്ന്. 2000 വർഷങ്ങൾക്ക് മുമ്പ് ഇതുപോലൊരു സംഭവം ഉണ്ടായത് നിങ്ങൾ ഓർക്കുന്നില്ലേ? 38 വർഷമായി സൗഖ്യം പ്രതീക്ഷിച്ച് ബെത്സൈദ കുളത്തിനരികിൽ കിടന്ന ഒരു മനുഷ്യനെ കുറിച്ച് വേദപുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ളത് നാം വായിച്ചിട്ടില്ലേ? ഇതാ അതേപോലെ ഒരാൾ. ഇങ്ങനെയുള്ള ആൾക്കാരെ കണ്ടുപിടിച്ച് അവരെ ഈ സൗജന്യ ശസ്ത്രക്രിയയ്ക്ക് കൊണ്ടുപോകുന്ന ഈ പ്രവൃത്തി എത്ര മനോഹരമായ ഒന്നാണ് അല്ലെ? നമുക്ക് ചെയ്യാവുന്ന ചെറിയ കാര്യമല്ലേ? ഇതിന് എത്ര ലക്ഷം രൂപയുടെ ചെലവുണ്ട്. പക്ഷെ ഇതാണ് നമുക്ക് മനസ്സിൽ ഒരു ഇടം വേണമെന്ന് ഞാൻ പറഞ്ഞത്. ഇതൊക്കെ ചെയ്യണമെങ്കിൽ മനസ്സിൽ ഇടം വേണം. അങ്ങനെ ഇടമില്ലാത്തത് കൊണ്ടാണ് നാം ഇന്ന് ഈ ദുരിതങ്ങളൊക്കെ അനുഭവിക്കുന്നത്. ഇങ്ങനെ ഇതുപോലുള്ള എത്രയെത്ര മനുഷ്യരാണ് നമുക്ക് ചുറ്റുമുള്ളത്. കുറച്ചു മുമ്പ് മോഹൻ വർഗീസ് എന്നെ പരിചയപ്പെടുത്തിയപ്പോഴ് തിരുവനന്തപുരം സെന്റ് ജോർജ് ഓർത്തഡോക്സ് ഇടവകയിൽ എൻ്റെ സഹോദരൻ ട്രസ്റ്റി ആയിട്ടുള്ള ഭരണസമിതി നടത്തുന്ന പ്രവർത്തനങ്ങളെ ശ്ലാഘിച്ച് സംസാരിക്കുകയുണ്ടായി. അവർ ചെയ്ത ഒരു ചെറിയ കാര്യമാണ്. നമ്മുടെയൊക്കെ ചുറ്റുപാടുമുള്ള വീടുകളിൽ വൃദ്ധരായ പിതാവും മാതാവും, അല്ലെങ്കിൽ ചിലപ്പോൾ മാതാവും മാത്രം, പിതാവ് മരിച്ചു പോയിട്ടുണ്ടാവും. മക്കളൊക്കെ വിദേശത്ത് അമേരിക്കയിലോ മറ്റെവിടെയെങ്കിലും ആയിരിക്കും. അവർക്ക് വന്ന് നോക്കാൻ സമയമില്ല. പണമൊക്കെ അയച്ചു കൊടുക്കുന്നുണ്ടാവാം, പക്ഷെ ആരും നോക്കാനില്ല. ഒരു മനുഷ്യന് അനുഭവിക്കാവുന്ന ഏറ്റവും വലിയ വേദന എന്ന് പറയുന്നത് ഏകാന്തതയാണ്. മറ്റെന്തും സഹിക്കാം. ഏകാന്തത, ആരും നോക്കാനില്ലാതെ, ആരും മൈൻഡ് ചെയ്യാനില്ലാതെ, പരിഗണിക്കാനില്ലാതെ, അങ്ങനെ ഏകാന്തതയുടെ തടവിൽ കഴിയുന്ന ഈ മനുഷ്യർ അവർ നീറി മരിച്ചു കൊണ്ടിരിക്കുകയാണ്. അവരുടെ നല്ല കാലങ്ങളെക്കുറിച്ച്
അവരവരുടെ മക്കൾക്ക് വേണ്ടി ചെയ്ത കഠിനാധ്വാനങ്ങളെക്കുറിച്ചൊക്കെ അവർ ഓർത്ത് ദീർഘനിശ്വാസം വിടും. പക്ഷേ അവരുടെ കഷ്ടകാലത്ത്, അവരുടെ വാർദ്ധക്യകാലത്ത്, അവർക്ക് ഏറ്റവും കരുതൽ വേണ്ട സമയത്ത് ആരുമില്ലാതെ ഒറ്റയ്ക്ക് ജീവിക്കുക. ഇതിൽ പരം ദുരിതം എന്താണ് പ്രിയപ്പെട്ടവരെ ഉള്ളത്? ഇങ്ങനെയുള്ള മനുഷ്യരെ നമ്മുടെ സഭാംഗങ്ങളെ കണ്ടുപിടിച്ച് പ്രത്യേകം വാഹനങ്ങൾ ഏർപ്പാട് ചെയ്ത് അവരെ പള്ളിയിൽ കൊണ്ടുവന്ന് പരസഹായത്തോടെ പള്ളിയിൽ പ്രവേശിപ്പിച്ച് അവർക്കെല്ലാം വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാൻ സമയം കൊടുത്ത് അവർക്ക് വിശുദ്ധ കുർബാന കൊടുത്തത് എല്ലാവരെയും കണ്ണ് നിറയിച്ച ഒരു സംഭവമായിരുന്നു. ഇതിന് എത്ര ലക്ഷം രൂപ വേണം? പക്ഷെ മനസ്സ് വേണം. ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്, അല്ലെ? ഇത് ചെയ്യാതെ നമ്മൾ മറ്റെന്തൊക്കെയോ നമ്മൾ ചെയ്യുന്നു, അല്ലേ? അതിനെക്കുറിച്ചൊക്കെ പറയാൻ തുടങ്ങിയാൽ ഒരുപാട് കാര്യങ്ങൾ പറയേണ്ടി വരും. എന്നാലും ചിലതൊന്നും പറയാതിരിക്കാൻ മനസ്സ് വരുന്നില്ല. നമ്മളുടെ സഭയിൽ ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് പറയണമെങ്കിൽ അത് ഈ ഏതാനും മിനിറ്റുകൾ കൊണ്ട് പറഞ്ഞു തീർക്കാവുന്നതല്ല. എങ്കിലും ചില കാര്യങ്ങൾ പറഞ്ഞേ മതിയാവുകയുള്ളൂ, അല്ലേ? ഇപ്പോൾ നമ്മുടെ ചില പിതാക്കന്മാർക്ക് അമേരിക്കയിലേക്കും ഓസ്ട്രേലിയയിലേക്കും പോകുന്നതാണ് ഏറെ ഇഷ്ടം. കാരണം അവിടെ പ്രേക്ഷിത പ്രവൃത്തി ചെയ്യണമല്ലോ. കാരണം കേരളത്തിൽ അതിദരിദ്രരില്ലാതെ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ആകെ ദരിദ്രരായത് കേരള സർക്കാർ മാത്രമേ ഉള്ളൂ, പിന്നെ ആരും ദരിദ്രരല്ല. അപ്പൊ അതുകൊണ്ട് പിന്നെ ഇനിയും സുവിശേഷം, കർത്താവ് പറഞ്ഞത് എന്താ? ദരിദ്രരോട് സുവിശേഷം ഘോഷിക്കണമെന്നാണ്. അതുകൊണ്ട് ഞങ്ങൾ വിദേശത്തേക്ക് പോകുന്നു. അവിടെ ദരിദ്രരില്ലല്ലോ എന്ന് പറഞ്ഞാൽ പറയും, അവിടെ ദരിദ്രരില്ല, പക്ഷെ ആത്മാവിൽ ദരിദ്രരായവർ അവിടെ ഉണ്ട് എന്ന ന്യായം പറയും. 1808 1809 കാലത്ത് മലങ്കര മെത്രാപ്പോലിത്ത ആയിരുന്ന മാർത്തോമ ഏഴാമനാണ് തിരുവിതാംകൂർ ഗവൺമെന്റിന്റെ സാമ്പത്തിക ബുദ്ധിമുട്ട് പരിഹരിക്കാനായി ഒരു ധനസഹായം നൽകിയത്, പണം നൽകിയത്. അതിന് വട്ടിപ്പണം എന്നാണ് പേര്. തിരുവിതാംകൂറിന്റെ ദളവയായപ്പോൾ, പ്രധാനമന്ത്രി ആയപ്പോൾ അവിടെ നമ്മുടെ ട്രഷറി കാലിയായിരുന്നു, പണമില്ല. ആ സമയത്ത് ആ ഗവൺമെന്റിനെ സഹായിക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണ് ഈ മാർത്തോമ ഏഴാമൻ ചെയ്ത വലിയ പ്രവൃത്തി. പ്രകീർത്തിക്കപ്പെടേണ്ട ഒന്നാണ്, നമുക്ക് അഭിമാനം നൽകുന്ന ഒന്ന് തന്നെയാണ്. അദ്ദേഹത്തിന്റെ സ്മരണ നിലനിർത്തേണ്ടത് ഏറ്റവും ആവശ്യവുമാണ്, അതിൽ തർക്കമൊന്നുമില്ല. പക്ഷെ നമ്മൾ ചെയ്തത് എന്താ? അവിടെ കോലഞ്ചേരി പള്ളി സെമിത്തേരിയിലാണ് അദ്ദേഹം അന്ത്യവിശ്രമം കൊള്ളുന്നത് എന്നാണ് നമ്മുടെ വിശ്വാസം. ഏതോ ഒരു ശവക്കുഴി തോണ്ടി അസ്ഥികൾ എടുത്തിട്ട് കോലഞ്ചേരി പള്ളിയിൽ ഒരു പുതിയ കബറുണ്ടാക്കി. 750 സ്ക്വയർ ഫീറ്റ് ആണ് കബറിന്റെ ആകെ ചതുശ്ര അടി. ആ 750 സ്ക്വയർ ഫീറ്റ് ഉള്ള കബറിന് ചെലവഴിച്ചതോ 73 ലക്ഷം രൂപ. അതായത് ഒരു സ്ക്വയർ ഫീറ്റിന് 9733, ഏകദേശം 10,000 രൂപ. ഇതെന്താ, താജ്മഹൽ വല്ലതാണോ പണിയുന്നത്? ഈ അസ്ഥികൾ ഒരു കാർബൺ ഡേറ്റിംഗ് നടത്തി അതിന്റെ പൗരാണികത ഒന്ന് സ്ഥാപിക്കേണ്ട ഒരു ആവശ്യമുണ്ടായിരുന്നില്ലേ? അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ എന്ത് അന്തസ്സുള്ള പ്രവൃത്തിയാകുമായിരുന്നു. ഇതൊന്നും ചെയ്യാതെ അവിടെ വലിയൊരു കബറുണ്ടാക്കി അതിൽ ഇത് മാർത്തോമ ഏഴാമന്റെ കബറാണിത് എന്ന് പറഞ്ഞ് അവിടെ ആളുകളെ അവിടേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ്. ഇപ്പൊ തന്നെ ഞാൻ കേട്ടത് അവിടെയുള്ള ചിലര് ഇത് ഞങ്ങളുടെ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദറിന്റെ കബറാണ്, അതായത് മാർത്തോമ ഏഴാമൻ്റെതല്ല, ഞങ്ങളുടെ അറിവില്ലാതെ ഞങ്ങളുടെ വല്യപ്പന്റെ അസ്ഥികൾ എടുത്തുകൊണ്ട് പോയിരിക്കുന്നു എന്ന് പറഞ്ഞ് കോടതിയിൽ ചോദ്യം ചെയ്തിരിക്കുകയാണ്. നാളെ കോടതി വിധി നമുക്കെതിരായാൽ എന്തൊരു നാണക്കേടാവും. ഇതിന് ആരാണ് ഉത്തരം പറയുക, അല്ലെ? അതേസമയം തന്നെ കണ്ടനാട് ഈസ്റ്റ് ഭദ്രാസനത്തിൽ പാങ്കോട് എന്നൊരു സ്ഥലത്ത് ഒരു മനോഹരമായ ഒരു പള്ളി ഒന്ന് പുതുക്കി പണിതിട്ടുണ്ട്. അവിടെ ആകെ ചെലവഴിച്ചത് 1.25 കോടി രൂപയാണ്. ഇവിടെ ഒരു കബർ പണിയാൻ വേണ്ടുന്നത് 3.25 കോടി രൂപ. ഇതൊക്കെ നമ്മൾ എങ്ങനെയാണ് ന്യായീകരിക്കുന്നത്? നമ്മൾ 1936 ഭരണഘടനയെക്കുറിച്ച് വാദോരാതെ സംസാരിക്കും. 36 ഭരണഘടന എന്ന് പറഞ്ഞാൽ പുളകിത ഗാത്രരാകുന്ന ചില പിതാക്കന്മാർ നമുക്കുണ്ട്. അവരോട് എനിക്ക് ചോദിക്കാനുള്ളത് ഇത് മാത്രമാണ്. ഈ 36 ഭരണഘടന ഈ സഭയ്ക്ക് ആകമാനം ഉള്ള ഒരു ഭരണഘടനയല്ലേ? അത് കോലഞ്ചേരി പള്ളിക്കും പരമല പള്ളിക്കും തിരുവനന്തപുരം സെന്റ് ജോർജ് പള്ളിക്കും ഒന്നും അത് ബാധകമല്ല എന്ന് പറയുന്നതിൽ എന്താണ് ന്യായമുള്ളത്? ഒരു ഇടവക പൊതുയോഗം എടുക്കുന്ന ഒരു തീരുമാനം അതിനെ എടുത്ത് ചവറ്റുകുട്ടയിൽ എറിയുന്ന ഏർപ്പാട് ഏത് ജനാധിപത്യ രീതിയാണ്? അത് എന്തും ജനാധിപത്യ മര്യാദയാണ്? ഏത് നിയമപ്രകാരമാണ് ഇതൊക്കെ ചെയ്യുന്നത്, അല്ലെ? എല്ലാ അച്ഛന്മാർക്കും ട്രാൻസ്ഫർ ഉണ്ട്, 3 വർഷം കഴിഞ്ഞാൽ ട്രാൻസ്ഫർ ആണ്. എന്നാൽ ഇവിടെ കോലഞ്ചേരി പള്ളിയിലെ ഒരു വികാരിയച്ഛൻ കഴിഞ്ഞ 21 വർഷമായി അവിടെ വികാരിയായി തുടരുകയാണ്. അദ്ദേഹത്തിന് നിയമം ബാധകമല്ല. ഇതാണ് പണ്ട് ജോർജ് ഓർവെൽ പറഞ്ഞത്, ഓൾ ആനിമൽസ് ആർ ഈക്വൽ ബട്ട് സം ആനിമൽസ് ആർ മോർ ഈക്വൽ ദാൻ അതേഴ്സ്. ഇദ്ദേഹം വളരെ പ്രഗത്ഭനായ ഒരു അച്ഛനാണെന്നാണ് പറയുന്നത്. അദ്ദേഹത്തിന്റെ പ്രാഗൽഭ്യം അത്രയേറെ ഉണ്ടെങ്കിൽ, ഇത്രയും ഇറീപ്ലേസബിൾ ആണെങ്കിൽ അദ്ദേഹത്തെ മലങ്കര മെത്രാപ്പൊലീത്തയാക്കണം. കാരണം മലങ്കര സഭയ്ക്ക് ആകമാനം അദ്ദേഹത്തിന്റെ ഭരണ നൈപുണ്യം ലഭിക്കുന്നത് ഒരു നല്ല കാര്യമാവില്ലേ? ഇങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത്
അവിടെ ചെയ്യുന്നത് എന്താണെന്ന് അറിയാമോ? സഭാ നടപടിയിൽ ഇതിനെയൊക്കെ ചോദ്യം ചെയ്യുന്നവർക്കുണ്ടാകുന്ന അനുഭവം അവരിൽ നിന്നും വരിസംഖ്യ വാങ്ങില്ല. അപ്പൊ വരിസംഖ്യ കുടിശ്ശിക വരുത്തിയാൽ അവർക്ക് വോട്ട് കുമ്പസാരം നടത്താൻ പറ്റില്ല. അത് കുമ്പസാരം നടത്തിയില്ലെങ്കിൽ അവർക്ക് വോട്ടവകാശമില്ല. അങ്ങനെ വന്നാല് അക്ഷരം എഴുതാനും വായിക്കാനും അറിയുന്നവരൊക്കെ സഭയ്ക്ക് പുറത്താവും അല്ലേ? അപ്പോൾ സഭാഭരണം എത്ര എളുപ്പമാകും, എത്ര അയത്ന ലളിതമാകും. വാസ്തവത്തിൽ ഈ ബുദ്ധി നമ്മുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പറഞ്ഞു കൊടുക്കേണ്ടതാണ്. ഇടവകയിലെ ജനങ്ങളെ മുഴുവനും ശത്രുക്കളാക്കി മാറ്റുന്നത് എങ്ങനെ എന്ന വിഷയത്തിൽ PhD എടുത്തവരാണ് ഇന്ന് നമ്മുടെ സഭ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ പോയാൽ ഈ സഭയ്ക്ക് എന്താണ് സംഭവിക്കുക? നിങ്ങളൊരു പുതിയ വിഷൻ 2026 നമുക്കുണ്ടാകേണ്ട പുതിയ വിഷനെ കുറിച്ചാണ് പറയാൻ എന്നോട് ആവശ്യപ്പെടുന്നത്. ഇതൊക്കെയാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ എന്ത് വിഷനാണ് നമുക്കുണ്ടാകാൻ പോകുന്നത്? പ്രിയപ്പെട്ടവരെ, ഏതെങ്കിലും PR ഏജൻസി പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് പത്രത്താളുകളിൽ ഇടം പിടിക്കുന്നതല്ല സഭാപ്രവർത്തനം എന്ന് പറയുന്നത്. നഷ്ടപ്പെട്ടു പോയ ആടുകളെ തിരയുന്നത്, അവരെയെല്ലാം തിരിച്ചു കൊണ്ടുവരുന്നത്, അവർക്ക് വേണ്ടി നമ്മുടെ ജീവൻ തന്നെ മാറ്റിവെക്കുന്നത്, ഇതാണ് നമുക്ക് വേണ്ടുന്ന പ്രവൃത്തികൾ എന്ന് ഞാനിവിടെ സൂചിപ്പിക്കട്ടെ. സാധാരണ പുതുവർഷം വരുമ്പോൾ നമ്മളൊക്കെ ആശംസിക്കുന്നത് എന്താ? നിങ്ങൾക്ക് വളരെ സമ്പൽ സമൃദ്ധമായ ഒരു പുതുവർഷം ഞാൻ ആശംസിക്കുന്നു എന്നാണ്. ഈ പുതുവർഷത്തിൽ അങ്ങനെ ഒരു ആശംസ ഞാൻ നൽകുന്നില്ല. അപ്പോൾ ഒരു സമ്പൽ സമൃദ്ധമായ ഒരു പുതുവത്സരമല്ല നമുക്ക് വേണ്ടത്. നമുക്ക് വേണ്ടത് നമുക്ക് എല്ലാത്തിനും മതിയാകുന്ന, നമുക്ക് സാറ്റിസ്ഫാക്ഷൻ നൽകുന്ന ഒരു പുതുവർഷമാണ്. അത് ഒരുപാട് സമ്പത്തുണ്ടായാൽ നമുക്ക് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവില്ല. കാരണം അത് കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് നമ്മളെ നയിക്കുക മാത്രമാണ് അത് ചെയ്യുന്നത് അല്ലേ? നമുക്ക് ധാരാളം മഴ ലഭിക്കുന്ന സംസ്ഥാനമാണ് നമ്മുടേത്. ഈ മഴ ധാരാളം ലഭിക്കുന്നത് കൊണ്ട് വെള്ളത്തിന് നമ്മൾ വലിയ വിലയൊന്നും കൽപ്പിക്കുന്നില്ല. 2015 ഞാൻ ചീഫ് സെക്രട്ടറി ആയിരുന്ന സമയത്ത് ഞാൻ ഇസ്രയേലിൽ നിന്നും കുറെ കൃഷി വിദഗ്ധരെ കേരളത്തിലേക്ക് കൊണ്ടുവന്നു. കാരണം ഞാൻ അതിനു മുമ്പ് ഡൽഹിയിൽ ജോലി ചെയ്യുന്ന സമയത്ത് കേന്ദ്ര കൃഷി മന്ത്രാലയത്തിൽ ജോയിന്റ് സെക്രട്ടറി ആയിരുന്നു. അങ്ങനെ 3 പ്രാവശ്യം ഞാൻ ഇസ്രയേൽ സന്ദർശിച്ചിട്ടുണ്ട്. അത് അവിടെ ചെല്ലുമ്പോഴും നമുക്ക് അത്ഭുതം തോന്നുന്നൊരു കാര്യം, ഡെസേർട്ട് നേഷനായിട്ട് നമുക്ക് തോന്നിയില്ല. കാരണം അവിടെ ഓരോ ഇഞ്ചിലും കൃഷി ചെയ്തിട്ടുണ്ട്. ഓരോ ഇഞ്ച് ഭൂമിയും എങ്ങനെ ഉപയോഗപ്രദമാക്കാമെന്ന് അവർ നിരന്തരം കാണിച്ചു തന്നിരിക്കുകയാണ്. അവർ ചെയ്യുന്ന കൃഷിക്ക് പ്രിസിഷൻ അഗ്രികൾച്ചർ എന്നാണ് പറയുന്നത്. അതുകൊണ്ട് അത് ചെയ്യുന്ന രീതി നമ്മുടെ കൊച്ചു കേരളത്തിൽ നടപ്പിലാക്കിയാൽ നമുക്കൊരു വലിയ മാറ്റം ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അവരെ കേരളത്തിലേക്ക് കൊണ്ടുവന്ന സമയം കഷ്ടകാലത്തിന് അന്ന് വലിയ കൊടും മഴയായിരുന്നു. ഹോട്ടലിൽ നിന്ന് പുറത്തിറങ്ങാൻ നിവൃത്തിയില്ല. അപ്പം അന്ന് ഹോട്ടലിൽ തന്നെ അവർ കഴിഞ്ഞു. പിറ്റേ ദിവസം നോക്കിയപ്പോഴും അന്നും മഴ, ഒരു രക്ഷയുമില്ല, പുറത്തോട്ട് ഇറങ്ങാൻ വയ്യ. അപ്പോഴവരോട് ചോദിച്ചു, നിങ്ങൾക്ക് ഇത്രയും മഴ ലഭിക്കുന്നു, ഈ വെള്ളമൊക്കെ നിങ്ങൾ എന്താ ചെയ്യുന്നത്? അപ്പം ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് 44 നദികളുണ്ട്, 3 കിഴക്കോട്ട് ഒഴുകുന്നു, ബാക്കിയുള്ളതെല്ലാം പടിഞ്ഞാട്ടാണ് ഒഴുകുന്നത്. ആ നദിയിൽ വീഴുന്ന വെള്ളമെല്ലാം ഞങ്ങൾ അറബിക്കടലിൽ ഒഴുക്കി കളയുകയാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പം അദ്ദേഹം പറഞ്ഞു, ഇത്രയും വെള്ളം ഞങ്ങൾക്ക് കിട്ടിയിരുന്നെങ്കിൽ ലോകത്തിന് മുഴുവനും കുടിക്കാനുള്ള വെള്ളം ഞങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കുമായിരുന്നു എന്ന്. ഒരുപക്ഷെ അതൊരു അമിത ആത്മവിശ്വാസമാവാം. പക്ഷേ ഒരു കാര്യമുണ്ട്, കാരണം നമുക്ക് ഇതിനൊന്നും ഒരു വിലയില്ല. തൊട്ടടുത്ത തമിഴ്നാട് നോക്കൂ, അവർ വെള്ളത്തിന് എന്ത് വില കൽപ്പിക്കുന്നുവെന്ന് അല്ലേ? അവർ ഇന്ന് ഒരു വീടും പുതിയ മദുരാശിയിലോ അല്ലെങ്കിൽ മറ്റ് നഗരങ്ങളിലോ വീട് വയ്ക്കണമെങ്കിൽ മഴ സംഭരണി ഉണ്ടാക്കിയേ തീരൂ. ഇല്ലാത്തവർക്ക് അവിടെ വീടിനുള്ള പണിയാനുള്ള അവകാശം കൊടുക്കുന്നില്ല. അപ്പോൾ ഇതാണ് ഏറ്റവും കൂടുതൽ എന്തുണ്ടോ അവിടെ നമുക്ക് വിലയില്ല. അതുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായാൽ നമുക്ക് അതിനൊന്നും വില കൊടുക്കാൻ സാധിക്കുകയില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, സമ്പൽ സമൃദ്ധി നമുക്ക് വേണ്ട. എന്ന് വെച്ചാൽ ദാരിദ്ര്യം നമ്മൾ പുൽകണമെന്നാണോ, അതിനെ ആശ്ലേഷിക്കണമെന്നാണോ? അതുമല്ല. നമുക്ക് ആവശ്യമുള്ളത് മാത്രം മതി. നിങ്ങൾക്ക് ആരോഗ്യമുണ്ടാവണം. പക്ഷെ ആരോഗ്യമുണ്ടാകുമ്പോഴും ഓർത്തുകൊള്ളുക, ധാരാളം രോഗങ്ങൾ ഉണ്ടാകും, ധാരാളം പ്രയാസങ്ങളുണ്ടാകും. ഇതിനെയെല്ലാം അതിജീവിക്കാനുള്ള ആരോഗ്യമാണ് നമുക്ക് വേണ്ടത്. നമുക്കൊരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകും, ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. അതിനെയൊക്കെ നേരിടാനും അതിനോട് മല്ലിടാനും കെൽപ്പുള്ള ഒരു സ്ഥിതിയാണ് നമുക്ക് വേണ്ടത്. സുഭാഷിതങ്ങളിൽ മനോഹരമായ ഒരു പ്രാർത്ഥനയുണ്ട്. അതിങ്ങനെയാണ്: 2 കാര്യങ്ങൾ ഞാൻ നിന്നോട് അപേക്ഷിക്കുന്നു, ജീവപര്യന്തം അവ എനിക്ക് നിഷേധിക്കരുതേ. ദാരിദ്ര്യവും സമ്പത്തും എനിക്ക് നൽകാതെ നിത്യവൃത്തി തന്ന് എന്നെ പോഷിപ്പിക്കണമേ. കാരണം സമ്പത്തുണ്ടായാൽ ദൈവമോ അത് ആർ എന്ന് ചോദിച്ച് നിന്നെ നിഷേധിക്കാനും, ദരിദ്രനായാൽ മോഷ്ടിച്ച് നിന്റെ നാമത്തെ മലിനപ്പെടുത്താനും ഇടയാക്കരുതേ എന്നാണ് ആ പ്രാർത്ഥന. എത്ര മനോഹരമായ പ്രാർത്ഥനയാണ് അല്ലേ? ഒരുപാട് സമ്പത്ത് നമുക്കുണ്ടായാൽ ദൈവമോ, ആരാണ്, ഹൂ ഇസ് ദിസ് ഗോഡ് എന്ന് നമ്മൾ ചോദിച്ച് അവനെ നമ്മൾ നിഷേധിക്കും.
ഇനി ദരിദ്രരായാലും ജനിച്ചാലോ അങ്ങനെ ജീവിച്ചാലോ നമുക്ക് ജീവിക്കണ്ടേ? അപ്പോൾ നമ്മൾ പണം കട്ടെടുക്കാൻ ശ്രമിക്കും, അന്യായമായ മാർഗങ്ങളിലൂടെ പണം സമ്പാദിക്കാൻ ശ്രമിക്കും. അങ്ങനെ നമ്മൾ നമ്മുടെ ദൈവത്തിൻ്റെ നാമത്തെ മലിനപ്പെടുത്തും. ഇത് രണ്ടും സംഭവിക്കാൻ പാടില്ല. എനിക്ക് വൃത്തി തന്നാൽ മാത്രം മതിയാകും. ഇതാണ് ആ പ്രാർത്ഥനയുടെ അർത്ഥം. മനോഹരമായ പ്രാർത്ഥന ഞാൻ എഴുതി എൻ്റെ വീട്ടിൽ ഇവിടെ വെച്ചിട്ടുണ്ട്. എല്ലാ ദിവസവും ഞങ്ങൾ രണ്ടുപേരും, ഞാനും എൻ്റെ ഭാര്യയും ഇത് കാണും, ഇത് വായിക്കും. ഇത് മനസ്സിൻ്റെ ഉള്ളിൽ കൊണ്ട് നടക്കും. ഇതാണ് പ്രിയപ്പെട്ടവരെ, ഈ പുതുവർഷത്തിൽ എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത്. നമ്മുടെ സഭയ്ക്കൊരു ഒരു വിഷൻ വേണം, പുതിയൊരു മുന്നേറ്റം ഉണ്ടാവണം. അത് തീക്ഷ്ണമായ ഒന്നായിരിക്കണം. അഗ്നിയുള്ള ഒരു സഭയായി നമ്മുടെ സഭ മാറണം. അവിടെ പ്രാർത്ഥനയുടെ വിശ്വാസത്തിൻ്റെ തീക്ഷ്ണത ഉണ്ടാവണം. അവിടെ അതുണ്ടാകണമെങ്കിൽ അതിന് നയിക്കുന്നവർക്കും അതുണ്ടായേ തീരൂ. ആ ഒരു മാറ്റമാണ് നമ്മളെല്ലാം കാക്ഷിക്കുന്നത്. അങ്ങനെ മാറി വന്നാൽ മാത്രമേ നമ്മ സഭ ചൈതന്യമുള്ള, പ്രഭയുള്ള ഒരു സഭയായി മാറും. നമ്മുടെ കർത്താവെന്ന ഊർജ സ്രോതസ്സിൽ നിന്നും ശക്തി സംഭരിക്കുന്നതാവണം നമ്മുടെ സഭ. നമ്മുടെ കർത്താവ് യേശു എന്ന പ്രകാശധാവല്യം കൊണ്ട് നിറഞ്ഞതാവണം നമ്മുടെ സഭ. യേശു എന്ന സൗന്ദര്യ ചിറയിൽ മുങ്ങിക്കുളിക്കുന്നവരാകണം നമ്മുടെ സഭാംഗങ്ങൾ. ഇങ്ങനെയുള്ള ഒരു സഭയാണ് നമുക്കുണ്ടാകേണ്ടത്. അതിനുവേണ്ടി നമുക്ക് നിരന്തരമായി പ്രവർത്തിക്കാം, പ്രാർത്ഥിക്കാം, ചുറ്റും നടക്കുന്ന നല്ല കാര്യങ്ങൾ അനുവർത്തിക്കാൻ നമുക്ക് ശ്രമിക്കാം. അങ്ങനെ ഒരു പുതിയ മാറ്റം ഉണ്ടാക്കാൻ ഈ 2026 ഇടയാക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും സംതൃപ്തമായ ഒരു പുതുവർഷം, ആവശ്യത്തിന് മാത്രം ഉപകരിക്കുന്ന ഒരു പുതുവർഷം ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കട്ടെ.